ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുതിയ സിലബസ് പ്രകാരമുള്ള EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിലെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതാ പരീക്ഷ എടുക്കാറായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒത്തിരി കൂട്ടുകാരായിട്ട് ചോദിക്കുന്നു EVSൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുമോ എന്നുള്ളത്. അപ്പോൾ അതാ ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീവജലം. ജലം ശുദ്ധീകരിക്കാൻ ഇന്ന് പല മാർഗങ്ങൾ നിലവിലുണ്ട്. അതിൽ വളരെ ലളിതമായ ഒരു മാർഗമാണ് ചിത്രത്തിൽ. അപ്പം മക്കൾക്ക് ആ ഒരു ചിത്രം ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അതിലുള്ള ചോദ്യം എന്താണ് ഇതിൻ്റെ പേര് എന്നതാണ്. എന്താണ് മക്കളെ പേര്? മുച്ചട്ടി അരിപ്പ എന്നാണ് അല്ലേ? അപ്പോൾ അത് മക്കൾ അവിടെ എഴുതണം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. ഇതിൽ ഏതു ക്രമീകരണമാണ് ശരി? ടിക്ക് ചെയ്യുക. അപ്പം 3 രീതിയിൽ നമുക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ നോക്കിക്കേ മക്കളെ, കരി, ചരൽ, മണൽ അല്ലേ? ബി നോക്കിക്കേ, ചരൽ, മണൽ, കരി. സിയിൽ നോക്കിക്കേ, ചരൽ, കരി, മണൽ. അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ബി ആണ് അല്ലേ? ആദ്യം ചരലിടണം, പിന്നെ മണൽ, അവസാനം കരി. അതേ ഓർഡറിലാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സഞ്ചാര രീതികൾ. ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ പേരുകൾ പരിശോധിക്കൂ. അപ്പോൾ ഒരുപാട് ജീവികളുടെ പേരുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ആന, പാമ്പ്, പൂച്ച, തേരട്ട, കുറുക്കൻ, ഒച്ച്, കാക്ക, കഴുത, തത്ത, പല്ലി, പരുന്ത്, ആമ, ഉറുമ്പ്. ഇങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഇതാണ്. ഈ ജീവികളെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ തന്നിട്ടുള്ള ജീവികളെ അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കണം. അതിൽ ഒരു ക്രമീകരണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, പറക്കുന്നവ എന്നുള്ളത്. ബാക്കി 2 കോളത്തുള്ളത് മക്കൾ എഴുതണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം? ഇഴയുന്നവ, നടക്കുന്നവ, പറക്കുന്നവ അല്ലേ? തന്നിട്ടുള്ള പേരുകളിൽ ഇഴയുന്നവ ആരൊക്കെയാണ്? പല്ലി, ഉറുമ്പ്, ഒച്ച്, തേരട്ട, പാമ്പ്. നടക്കുന്നവയോ? കഴുത, കുറുക്കൻ, പൂച്ച, ആന. അടുത്തത് പറക്കുന്നവ. പറക്കുന്നവ ആരൊക്കെയാണ്? പരുന്ത്, കാക്ക, തത്ത തുടങ്ങിയ പക്ഷികളാണ് അല്ലേ? അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തന്നിട്ടുള്ള ജീവികളെ തരംതിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. തിരികെ സ്കൂളിലേക്ക്. സ്കൂൾ തുറന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് മണിക്കുട്ടി വിദ്യാലയത്തിലെ പൂന്തോട്ടത്തിൽ എത്തിയത്. അപ്പം മക്കൾക്ക് അവിടെ പൂന്തോട്ടത്തിലൊരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരുപാട് മരങ്ങളും അതിൽ നിറച്ച് പഴങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം മക്കൾക്ക് ആ ഒരു ചിത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇനി ചോദ്യം ഉള്ളത്. അപ്പോൾ ചോദ്യം എന്താണെന്ന് നോക്കിയേ. തുമ്പ, മത്തൻ, തുളസി, വെള്ളരി, മുക്കുറ്റി, പുളി, മാവ്, കുമ്പളം, തെങ്ങ്, ഇലഞ്ഞി, റോസ് ഇവയെ താഴെ പറയുന്ന രീതിയിൽ പട്ടികപ്പെടുത്താമോ? അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു പൂന്തോട്ടത്തിലുള്ള ചെടികളുടെ പേരുകളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് സസ്യങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അവയെ താഴെ പറയുന്ന രീതിയിൽ പട്ടികപ്പെടുത്താമോ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നോക്കിക്കേ മക്കളെ പട്ടികപ്പെടുത്തേണ്ടത്? ഒരു കോളത്തിൽ മരങ്ങൾ, പിന്നെ വള്ളിച്ചെടികൾ, ചെറിയ ചെടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ തന്നിട്ടുള്ളതിൽ മരത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പുളി, തെങ്ങ്, മാവ്, ഇലഞ്ഞി അല്ലേ? അടുത്തത് വള്ളിച്ചെടികളാണ്. തന്നിട്ടുള്ളതിൽ വള്ളിച്ചെടികൾ ഏതൊക്കെയാണ്? മത്തൻ, വെള്ളരി, കുമ്പളം അല്ലേ? ഇത് 3ആണ് വള്ളിച്ചെടിയിൽ ഉൾപ്പെടുന്നത്. അവസാന കോളത്തിൽ ചെറിയ ചെടികളാണ്. ഏതൊക്കെയാണ് മക്കളെ? തുമ്പ, തുളസി, മുക്കുറ്റി, റോസ് അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് ആ ഒരു പട്ടിക പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ മക്കളെ, ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനം ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത പ്രവർത്തനം, ഓരോ തുള്ളിയും വിലപ്പെട്ടത്. മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത്? അവിടെയുള്ള പക്ഷികളൊക്കെ സന്തോഷത്തിലാണോ? അല്ല അല്ലേ? എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. നോക്കിക്കേ, പിന്നെ മരത്തിൽ ഇലകളൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് വീണിട്ടുണ്ട്. മണ്ണിൻ്റെ അവസ്ഥ എന്താണ് മക്കളെ? വിണ്ട് കീറി കിടക്കുകയാണ് അല്ലേ? ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം നോക്കിക്കേ. ചിത്രം നിരീക്ഷിക്കൂ. കടുത്ത വേനൽക്കാലത്തുണ്ടാകുന്ന അവസ്ഥയെ നാം എന്താണ് വിളിക്കുന്നത്? എന്താണ് മക്കളെ വിളിക്കുന്നത്? ആ ഒരു ചിത്രം നോക്കിയാൽ മക്കൾക്ക് അറിയാം അല്ലേ? നമ്മൾ എന്ത് പറയും? വരൾച്ച എന്ന് പറയൂ അല്ലേ? അപ്പം മക്കൾ അവിടെ അതാണ് എഴുതേണ്ടത്. ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റ് 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നോക്കിക്കേ,
ഈ പ്രദേശത്തെ മനുഷ്യരുൾപ്പെടുന്ന ജീവജാലങ്ങൾക്ക് എന്തൊക്കെ പ്രയാസം നേരിടും? എന്തൊക്കെ പ്രയാസം മക്കളെ നേരിടുക? അവർക്ക് ആവശ്യത്തിന്, അതായത് കുടിക്കാനായിട്ട് വെള്ളം കിട്ടുമോ ജീവികൾക്ക്? ഇല്ല അല്ലേ. ഇനിയിപ്പോൾ മനുഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, നമുക്ക് ജലം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ. അതെല്ലാം നടക്കുമോ? കുടിക്കാനും കുളിക്കാനും പിന്നെ ചെടികൾ നനയ്ക്കാൻ, അലക്കാൻ, വാഹനം കഴുകാൻ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ജലത്തിൻ്റെ ഉപയോഗങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തെങ്കിലും നടക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മക്കൾ അവിടെ ഉൾപ്പെടുത്തി എഴുതേണ്ടത് കേട്ടോ. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങളുടെ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ? അവിടെ ഇപ്പോൾ എന്തിൻ്റെ പ്രയാസമാണുള്ളത്? വെള്ളത്തിൻ്റെ പ്രയാസമാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളമൊന്നും വെറുതെ ഇനി പാഴാക്കി കളയാനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് വെള്ളം പാഴായി പോകുന്നത് എന്ന് കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ മലിനപ്പെടുന്നത് എന്ന് കണ്ടെത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? അത്തരം സാഹചര്യം ഇല്ലാതെയായിട്ട് നോക്കണം അല്ലേ. നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കുമ്പോൾ നിത്യേന ഒരുപാട് വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ട്? ടാങ്ക് നിറഞ്ഞൊഴുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോകുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഷവറും മറ്റുമൊക്കെ തുറന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില കൂട്ടുകാർക്കൊക്കെ ഒരു പണിയുണ്ട്, ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ വെറുതെ പൈപ്പ് അങ്ങ് തുറന്നിടും, അപ്പോഴും ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട് അല്ലേ. അപ്പം മക്കൾ ആലോചിക്കുക, ഒരുപാട് വെള്ളം വേസ്റ്റാക്കി കളഞ്ഞാൽ, ജലം നമുക്ക് കിട്ടാതിരുന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക കേട്ടോ. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലേ. ചുറ്റും എന്ത് ചെയ്യാണ്? വെള്ളമില്ലാതെ മണ്ണെല്ലാം വിണ്ട് കീറി കിടക്കുകയാണ് അല്ലേ. ചെടികളിലൊന്നും ഒരൊറ്റ ഇല പോലും ഇല്ല. ജീവജാലങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം മക്കൾ വെള്ളം നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജീവികൾ പലവിധം. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. മക്കൾക്ക് അവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ആനയുണ്ട്, ആട്, പൂച്ച, അതുപോലെ തന്നെ നായ, പശു, സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജീവികളുണ്ട്. ഓക്കെ മക്കളെ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം നോക്കിക്കേ. ഉചിതമായ മാനദണ്ഡം ഉപയോഗിച്ച് ജീവികളെ തരംതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടും ആ ഒരു തന്നിട്ടുള്ള ജീവികളെ തരംതിരിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളിപ്പം വളർത്തു മൃഗങ്ങൾ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? സസ്യാഹാരികൾ, മാംസാഹാരികൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ, അതിലേതെങ്കിലുമൊക്കെ വെച്ചിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ അല്ലേ. അപ്പോൾ അതിലേതൊക്കെയാണ് വളർത്തുമൃഗങ്ങൾ? പശു, ആട്, നായ, പൂച്ച അല്ലേ. അതൊക്കെ എന്താണ്? വളർത്തുമൃഗങ്ങളാണ്. വന്യമൃഗങ്ങൾ ഏതൊക്കെയാണ്? ആന, സിംഹം, കടുവ, സീബ്രയൊക്കെ എന്താണ്? വന്യമൃഗങ്ങളാണ് അല്ലേ. ഇനി മക്കൾക്ക് വേണമെങ്കിൽ സസ്യാഹാരി എന്നും മിശ്രാഹാരി എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, സസ്യാഹാരിയിൽ നമുക്ക് പശു, ആട്, അതുപോലെ ആനയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ മാംസാഹാരിയിൽ നമുക്ക് സിംഹം, കടുവ പോലുള്ള ജീവികളെയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ജീവികളെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻസൊക്കെ മക്കൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.